പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെങ്ങും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. സ്നേഹം കൊണ്ട് വിശ്വം ജയിച്ച യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം ലോകത്തിലെ ഏറ്റവും വലിയ സഹനമായിരുന്നു. മനുഷ്യപുത്രൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിന്റെ ആഹ്ലാദമായാണ് ഈസ്റ്റർ പങ്കിടുന്നത്. തിന്മയുടെ മേൽ അവസാന ജയം നന്മയ്ക്കായിരിക്കും എന്നതാണ് ഈസ്റ്ററിന്റെ ലളിതമായ തത്വം. പാതിയുറക്കത്തിൽ പെട്ടെന്നുള്ള അണിയൊരുങ്ങൽ, തണുപ്പു പകരുന്ന തലോടലിൽ ആകെ പൊതിഞ്ഞ് പാതിര കുർബാനയ്ക്ക് പള്ളിയിലേക്ക്. പ്രധാന വഴികളിലേക്ക് എത്തുമ്പോഴേക്കും കൂട്ടുകാരും ബന്ധുക്കളുമെല്ലാം പല വഴിക്ക് നടന്നു വരുന്നു. ദുഃഖവെള്ളിയും ദുഃഖശനിയും അപ്പോഴും മനസ്സിൽ ദുഃഖം കനപ്പിച്ചു നിർത്തും. കേവലം ഒരു ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല ഈസ്റ്ററിന്റെ ആചരണവും ആഘോഷവും. നീണ്ട 50 നാൾ മത്സ്യവും മാംസവും ഉപേക്ഷിച്ചുള്ള നോമ്പ്. പെസഹായ്ക്ക് ശേഷം ദുഃഖവെള്ളിയാഴ്ച യേശുക്രിസ്തുവിന്റെ പീഡകളെ അനുസ്മരിച്ചുള്ള മലകയറ്റം. ദുഃഖശനി മരിച്ചവനായി കല്ലറയിൽ കഴിഞ്ഞ ഈശോയുടെ ഓർമ്മ ദിവസമാണ്. ഒപ്പം ഈസ്റ്ററിനുള്ള ഒരുക്കവും. അർദ്ധരാത്രിയിൽ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ കുട്ടികൾക്ക് ഈസ്റ്റർ മുട്ടകളും ലഭിക്കും. പുതുജീവിതത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകം. ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക്, പിന്നെ സ്വാദിഷ്ടമായ ഭക്ഷണവും ആഘോഷങ്ങളും കളിചിരികളുമായി. നോമ്പിന്റെ ത്യാഗവും പ്രാർത്ഥനയുടെ സംതൃപ്തിയും ആഘോഷത്തിന്റെ ആവേശവും ഒത്തുചേരുന്നതാണ് ഈസ്റ്റർ. എത്ര ആഘോഷിച്ചാലും പിന്നെയും പിന്നെയും ബാക്കി. വിശ്വാസികൾക്ക് യേശുവിന്റെ പുനരുത്ഥാനം വലിയ വിജയോത്സവമാണ്. രാത്രിയില്ലാതെ ഒരു പ്രഭാതമില്ല, കുരിശില്ലാതെ കിരീടമില്ല. എല്ലാവർക്കും റിപ്പോർട്ടറിന്റെ ഈസ്റ്റർ ആശംസകൾ. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ.